ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകാണ് കേട്ടോ. വിവാഹം നടന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ രാധയുടെ മനസ്സിൽ ഇപ്പോഴും വിക്രമിനെ സ്വന്തമാക്കാം എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. ആ ഒരു സന്തോഷത്തിലായിരിക്കും രാധ. അങ്ങനെ വിക്രമിനെ കാണാനൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വിക്രമാണെങ്കിൽ പഴയതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും രാധ പറയുന്നുണ്ട്, ഇല്ല എനിക്കറിയാം, എന്തായാലും വിവാഹം നടന്നില്ലല്ലോ, ഈശ്വരൻ എൻ്റെ കൂടെയാണ്. ആദ്യം ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഞാൻ ഓർത്തു അത് നടക്കില്ല എന്ന്, പക്ഷേ പിന്നെ താലി കെട്ടാൻ സമ്മതിച്ചില്ലല്ലോ ഈശ്വരൻ. എൻ്റെ സ്നേഹം ഈശ്വരന് നന്നായിട്ടറിയാം. അത് വിക്രം കൂടെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇപ്പോഴാണെങ്കിൽ വേദന ഒഴിവാക്കാൻ നിനക്ക് സുഖമല്ലേ, നീ താലി പോലും ചാർത്തിയിട്ടില്ലല്ലോ, നീ മനസ്സറിഞ്ഞ് വിവാഹം കഴിച്ചതല്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എൻ്റെ പൊന്നു രാധ, നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇനി വേദയല്ലാതെ മറ്റൊരു പെണ്ണില്ലാന്ന്. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എങ്ങനെയോ അതൊക്കെ സംഭവിച്ചു പോയി. അതിനി അങ്ങനെ തന്നെ പോട്ടെ, ഇനി പിന്നോട്ടില്ല ഞാൻ. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് നീ പ്രതീക്ഷിക്കുകയും വേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് രാധ പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നു, എന്തായാലും ഈശ്വരൻ എൻ്റെ കൂടെയാണെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഇനിയും ഞാൻ എൻ്റെ കാത്തിരിപ്പിനെ വിരാമം വിടുന്നില്ല. എന്തായാലും എന്നെങ്കിലും ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വിക്രമിനെ മാത്രമായിരിക്കും. അത് നീ കുറിച്ച് വെച്ചോ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഹോസ്പിറ്റലിൽ പോകാപ്പോൾ ചിലവ് തന്നതൊക്കെ ആരാ? ഈ ഞാനാ, എൻ്റെ ഓട്ടോ പണയം വെച്ചിട്ടാ നിനക്ക് ഉള്ള വിക്രമിനുള്ള എല്ലാ ചിലവുകളും ഞാൻ വഹിച്ചത് എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രമിന് ദേഷ്യമാകുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം കുറച്ച് കാശായിട്ട് നമ്മുടെ രാധയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഓട്ടോ പണയം വെച്ച പൈസ നീ ഇത് തിരിച്ചെടുക്കുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നൊക്കെ പറയുകയാണേ. ആ സമയത്ത് വേദയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, രാധയൊന്നുമല്ല പൈസ തന്നത്, അന്ന് ആ പൈസ രാധ ചോദിച്ചു, ശ്രീകാന്താണ് രാധയ്ക്ക് ആ പണം കൊടുത്തത്. അങ്ങനെ ശ്രീകാന്ത് വഴിയാണ് ആ പണം എല്ലാം ബില്ലടച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നേരെ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ആ പണം തിരികെ കൊടുക്കുകയാണേ. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനിതൊരു ഹെൽപ്പായിട്ട് ചെയ്തതാണ്, ഇത് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കിനും വേണ്ട വേണ്ട, അങ്ങനെ ആരുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് പറയാണ്, എന്നാൽ ഇത് രാധയ്ക്ക് കൊടുത്തോളൂ, ഞാൻ രാധയ്ക്കാണ് കൊടുത്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ ശ്രീകാന്ത് തിരികെ പോവുകയാണ് കേട്ടോ. നമ്മുടെ വിക്രം തിരികെ പോവുകയാണ് പൈസ അവിടെ വെച്ചിട്ട്. ആ പൈസ അങ്ങനെ പിന്നെ നമ്മുടെ ശ്രീകാന്ത് കൊണ്ട് രാധയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ രാധയാണെങ്കിൽ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. അതായത് നമ്മുടെ വേദനെ പിന്നെയും താലി ചാർത്തുന്നതും അവർക്ക് കുട്ടികളുണ്ടാവുന്നതും അങ്ങനെയൊക്കെ ഒരു സ്വപ്നങ്ങൾ കണ്ട് ഉണരുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അവൾ ഇങ്ങനെ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കുകയാണ് കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിനെ മനസ്സറിഞ്ഞും അതുപോലെ തന്നെ ജീവന് തുല്യം സ്നേഹിച്ച ആ ഒരു നാളുകളും എല്ലാം ഇങ്ങനെ ഓർത്തെടുക്കാനോ കേട്ടോ. വിക്രമിനെ ചതിക്കാനോ അല്ലെങ്കിൽ വിക്രമിനെ വിട്ടുപിരിയാനോ ഒന്നും എനിക്കാവില്ല. എന്തായാലും എൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അത് വിക്രം തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഇങ്ങനെ ഓട്ടോ ഓടുകയായിരിക്കും. അങ്ങനെ കുറച്ച് ദൂരെയുള്ള ഒരു ഓട്ടം കിട്ടുമ്പോൾ അവിടേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും റെസ്റ്റോറൻറ്റിൽ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് കാണുകയാണ്. അവിടെയാണെങ്കിൽ വിക്രമും വേദയും കൂടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന കാണുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ രാധയുടെ ചങ്ക് തകർന്നു പോകുകയാണ്. എല്ലാവരുടെയും മുൻപിൽ ഇവർ അഭിനയിക്കുകയാണോ, ഇത്രയും ദൂരം വന്നിട്ട് ഇത് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരെയും ഇവർ പറ്റിക്കുകയാണോ, സ്നേഹിക്കുന്നില്ല, അലമ്പാണ്, വഴക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനായിരിക്കും വിക്രമും വേദയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തായാലും ഇവർ തമ്മിൽ നല്ല സ്നേഹമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാനൊക്കെ കേട്ടോ. അപ്പോൾ വേദയുടെ എന്തോ ഒരു ഓഫീസ് ആവശ്യങ്ങൾക്കോ മറ്റോ വേണ്ടിയിട്ട് വിക്രം ഒന്ന് മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ അമ്മയുടെയൊക്കെ നിർബന്ധപ്രകാരം കൂടെ പോകുന്നതായിരിക്കും. അപ്പോൾ വേദയ്ക്ക് ദാഹിക്കുമ്പോൾ വേദ ജ്യൂസ് കുടിക്കുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ വിക്രമും വേദയും ഒരുമിച്ച് പോയി ജ്യൂസ് കുടിക്കണമൊന്നും അല്ലായിരിക്കും. പക്ഷേ രാധ അത് തെറ്റിദ്ധരിക്കുകയാണേ. അങ്ങനെ രാധയാണെങ്കിൽ അത് ആ ഒരു ഇത് കണ്ടിട്ട് അങ്ങനെ അന്ന് രാത്രിയിൽ ഇങ്ങനെ ആ ഒരു ഇത് തന്നെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും കേട്ടോ. എന്നിട്ട് വേദയ്ക്ക് കുട്ടികളുണ്ടാകുന്നതൊക്കെ തലേ ദിവസം സ്വപ്നം കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇനി സത്യമാകുന്ന കാര്യങ്ങളാണോ, ഈശ്വരൻ എനിക്ക് മുൻപിൽ കാണിച്ചു തന്നതാണോ, ഞാൻ ഇനിയും വിക്രമിനെ ഓർത്തിരിക്കേണ്ട എന്നോർത്തിട്ട് ഈശ്വരൻ എൻ്റെ മുൻപിൽ ഇതെല്ലാം കാണിച്ചു തന്നതായിരിക്കുമോ എന്നൊക്കെ ഓർത്ത് ആകെ മനസ്സിങ്ങനെ നീറി നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നേരെ വിക്രമിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ കേട്ടോ. അങ്ങനെ വിക്രമിനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ ഒന്നും വന്നതല്ല, എല്ലാം എനിക്കറിയാം. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, ഞാൻ ഈ കാത്തിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. നിനക്ക് വേദന അത്രമാത്രം ഇഷ്ടമാണ്, ഇന്നലെ നിങ്ങൾ കോഫി ഷോപ്പിലിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയാത്ത വിധത്തിൽ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ രാധയുടെ ആ നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ വിക്രമിന് ഒരുപാട് സങ്കടമാകുകയാണ്. വിക്രം എന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടുകൂടി പറയാണ്,
എൻ്റെ ജീവിതം ഞാൻ നിശ്ചയിച്ചതുപോലെ ഒന്നുമല്ല, അതൊരു തുറന്ന പുസ്തകമാണ്. അതിങ്ങനെ എങ്ങനെയൊക്കെയോ വഴിമാറി ഇവിടം വരെയൊക്കെ എത്തി. ഇനി അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാണ്. അല്ലാതെ ഞാൻ ആരെയും ചതിക്കുകയോ അല്ലെങ്കിൽ ആരെയും സ്നേഹിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വേദ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തൊരു തെറ്റിന് ഇതായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയാണ്. പലപ്പോഴും പല പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്, ഈ ബന്ധമെല്ലാം ഉപേക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് പോയി അവൾക്ക് നേടാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്, അത് നേടിയെടുക്കുക. എൻ്റെ ഈ ഗുണ്ടാ ജീവിതത്തിൽ നിന്ന് അവളോട് ഒഴിഞ്ഞു പോകാൻ ഞാൻ അവൾക്ക് ചേരുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളുടെ ഒരു വിശ്വാസം, ആ താലി അവളുടെ കഴുത്തിൽ ചാർത്തിയത് കൊണ്ട് തന്നെ അവളുടെ മരണം വരെ അവളുടെ ഭർത്താവ് ഞാനാണെന്ന് അവൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവൾ വീട്ടിൽ എല്ലാം സഹിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരു ജീവിതം തേടാനോ ഒന്നും കഴിയില്ല. ഇനി ആ ഒരു വണ്ടിയുടെ ആ ഒരു ചലനത്തിന് തന്നെ ഇനിയും മുൻപോട്ട് പോട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നിട്ടില്ല. ഇതും അങ്ങനെ തന്നെ അങ്ങ് പോയിക്കോട്ടെ. അതുകൊണ്ട് നീ നല്ലൊരു വിവാഹമൊക്കെ കഴിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നിൽക്കുക. വെറുതെ എൻ്റെ പിന്നാലെ നടന്ന് നിൻ്റെ കാൽച്ചെരിപ്പിൻ്റെ തേയ്ക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയം രാധയാണെങ്കിൽ പറയാണ്, ഇല്ല ഞാൻ സമ്മതിക്കില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ വാക്കുകൾ പറയാണ്. ഇപ്പോൾ വേണമെങ്കിലും വേദന നിനക്ക് ഉപേക്ഷിക്കത്തില്ലേ, എന്നിട്ട് എൻ്റെ കൂടെ നിനക്ക് ജീവിക്കത്തില്ലേ, നിന്നോട് പറയുന്നത് നിനക്ക് മനസ്സിലായില്ല, നീ എന്തിനാ ഇങ്ങനെ പുറകെ നടക്കണേ, മറ്റൊരാളെ ശല്യപ്പെടുത്താൻ നിനക്ക് എന്താ ഇത്ര വലിയ സുഖം കിട്ടണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രാധ പറയുന്നുണ്ട്, ഞാൻ മനസ്സറിഞ്ഞ് ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്നെയാണ് വിക്രം. നിന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും, നീ നോക്കിക്കോ, എൻ്റെ ജഡം നീ കാണും, അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും, അങ്ങനെ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ രാധ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അന്നേ ദിവസം രാത്രിയിൽ നമ്മുടെ വിക്രം ഇങ്ങനെ രാധയാണെങ്കിൽ ഒരു കയറിട്ട് കെട്ടി അതിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് സ്വപ്നം കാണുവാൻ കേട്ടോ. എന്നിട്ട് ആ കയറിൻ്റെ മുൻപിൽ നിന്നിട്ട് പറയാണ്, വിക്രം നീ കാരണമാണ് ഞാൻ മരണത്തിലേക്ക് പോകുന്നത്, നിന്നെ അത്രമാത്രം ഞാൻ സ്നേഹിച്ചു, ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വേദയെ കിട്ടിയപ്പോൾ നീ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയില്ലേ, എൻ്റെ സ്നേഹത്തിന് നീ പുല്ല് വില കൽപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ എന്നേക്കുമായിട്ട് ഈ ലോകത്തിൽ നിന്ന് പോവുക. ഇനി നിൻ്റെ പിന്നാലെ ഞാൻ ഒരിക്കലും വരില്ല, നിൻ്റെ ശത്രുവായിട്ട് ഒന്നും ഞാൻ നിന്നെ ശല്യപ്പെടുത്താനോ ഒന്നും ഞാൻ വരില്ല. എൻ്റെ അമ്മേനെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നീ അമ്മയ്ക്കൊരു ആശ്വാസവാക്ക് പകരണം, അമ്മേനെ ഒരുപാട് സ്നേഹിച്ചതാ, എന്നിലായിരുന്നു എൻ്റെ അമ്മയുടെ എല്ലാ പ്രതീക്ഷയും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. ആ കാണിച്ചായിരിക്കും ഞെട്ടി ഉണരുന്നത് നമ്മുടെ വിക്രം. അങ്ങനെ ഞെട്ടി ഉണരുകയാണ് കേട്ടോ രാത്രിയിൽ. ആ ഞെട്ടി ഉണർന്ന് കുറേയധികം വെള്ളമെല്ലാം കുടിക്കുന്നുണ്ട്. ഈശ്വര, എനിക്ക് പെണ്ണിനെ കൊണ്ട് കലികാലമാണെന്ന് പറഞ്ഞു, കുറേ പെണ്ണുങ്ങളുണ്ട്, ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഒരുത്തിയാണെങ്കിൽ പെരയ്ക്കകത്ത്, ഒരുത്തിയാണെങ്കിൽ വീടിന് പുറത്ത് നിന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്യാണ്. ഇതിനൊക്കെ ഒരു മാർഗ്ഗം നീ കാണിച്ചു തരണേ. ആർക്കും ഒരു ശല്യത്തിന് ഞാൻ പോയിട്ടില്ല, പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവളുമാർ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരുത്തി കിടന്ന് ഉറങ്ങുന്നു. അവൾക്കൊന്നും അറിയണ്ടല്ലോ, സുഖജീവിതമല്ലേ, എല്ലാവരുടെ മുൻപിൽ നാണം കെടുത്തി എന്നെ. അതുപോലെ തന്നെ പുറത്തൊരുത്തിയുണ്ട്, എന്നെയേ കെട്ടുള്ളൂ, അല്ലെങ്കിൽ അവൾ ചാകൂന്ന് പോലും. ഞാൻ ഈ പഴിയൊക്കെ കൊണ്ട് എവിടെ കൊണ്ട് തീർക്കാൻ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന വിക്രമിനെ കാണിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീടും എന്നിട്ട് പിറ്റേ ദിവസം തന്നെ രാധേനെ കാണാനൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാധ അമ്പിനും വില്ലിനും അടുക്കണില്ല കേട്ടോ. രാധയാണെങ്കിൽ ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കാനുണ്ട്. വിക്രമിനെ സ്വന്തമാക്കാൻ ഇനി ഒരു അടി മുൻപോട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന രാധേനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.